ഷഫീദ് നേരത്തെ സൂചിപ്പിച്ചവർ തന്നെ ദൃക്സാക്ഷികൾ ഇല്ലാത്തതാണ്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ, പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണം, ഈ പ്രതിയുടെ സഞ്ചാരപാത സംബന്ധിച്ച CCTV ദൃശ്യങ്ങൾ, ഇതൊക്കെയാണല്ലോ പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിക്ക് മുൻപാകെ വെച്ചത്. അപ്പോൾ ഈ പഴുതടച്ച അന്വേഷണം തന്നെ നടന്നു, അതിനെ സാധൂകരിക്കുന്നത് കൂടിയാണോ ഈ കോടതി വിധി ഷഫീദ്? ഉറപ്പായും. കാരണം ഇയാൾ നടത്തിയിട്ടുള്ള ആ ക്രൈമിന്റെ രീതി, ആ ക്രൈം ആക്ടിവിറ്റിയുടെ രീതി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ഈ കേസിൽ. മാത്രവുമല്ല, ഈ സംഭവത്തിന് ശേഷം യാതൊരു കൂസലുമില്ലാതെ തിരുവനന്തപുരം വിടുകയും അതിനുശേഷം തമിഴ്നാട്ടിലെ കാവൽക്കിണർ എന്ന സ്ഥലത്ത് ഇയാൾ ഒളിവിൽ കഴിയുകയും അവിടെ നിന്ന് പോലീസ് എവിഡൻസ് കണ്ടെടുക്കുന്ന സമയത്ത് പോലും ഇയാൾ നടത്തിയ ചില കാര്യങ്ങളടക്കം ഈ വാദപ്രതിവാദ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് മനസ്താപം ഉണ്ടാകാനുള്ള സാഹചര്യമില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ച് വാദിച്ചു. മാത്രവുമല്ല, രണ്ടാമത്തെ ഒരു കാര്യം, ഇയാൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ മുൻപ് 3 കൊലപാതകങ്ങൾ നടത്തിയ, 3 ബ്രൂട്ടൽ കൊലപാതകങ്ങൾ നടത്തിയ ആളാണ്. അയാൾക്ക് അങ്ങനെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ട് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ തമിഴ്നാട് പോലീസിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ നിരത്തിയിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഈ തമിഴ്നാട് വെള്ളമടം സ്വദേശിയായിട്ടുള്ള കസ്റ്റംസ് ഓഫീസർ സുബ്ബയ്യൻ, ഇയാളുടെ ഭാര്യ വാസന്തി, ഇവരുടെ 13 വയസ്സുകാരിയായിട്ടുള്ള വളർത്തുമകൾ അഭിശ്രീ എന്നിവരെയാണ് മുൻപ് കൊലപ്പെടുത്തിയത്. അതിൽ അഭിശ്രീയെ കൊലപ്പെടുത്തിയത് നിലത്തെറിഞ്ഞാണ്. അത്രയ്ക്ക് ക്രൂര മനസ്സുള്ളയാളാണ് പ്രതി. ഇയാൾക്ക് മനസ്താപത്തിന് സാഹചര്യമില്ല. മാത്രവുമല്ല, ഇയാൾ മുൻപും ക്രിമിനൽ പശ്ചാത്തലം, കൊലപാതക കേസ് തന്നെ ചെയ്ത പശ്ചാത്തലമുള്ള ആളായതിനാൽ ഈ കേസിൽ മറ്റ് സംശയങ്ങൾക്കിടയില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ പ്രോസിക്യൂഷന്റെ വാദം കോടതി മുഴുവനായി കണ്ടു, അല്ലെങ്കിൽ മുഴുവനായി അംഗീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് പോലീസ് കണ്ടെത്തിയത്. കൂടാതെ ഈ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലം എന്നുള്ള ഒരു സവിശേഷത കൂടി ഈ കേസിനുണ്ട്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലം ഇയാൾ സഞ്ചരിച്ച വഴി, അത് കൃത്യമായി തന്നെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ വഴിയിൽ ഇയാൾ അമ്പലമുക്കിൽ നിന്ന് ഈ ചെടി വിൽപ്പന കേന്ദ്രത്തിലേക്ക് എത്തുന്നടക്കമുള്ള CCTV ദൃശ്യങ്ങളുണ്ട്. അവിടെ അടക്കം ഇയാൾ എത്തി എന്നുള്ളത് പോലീസിന് കൃത്യമായി തന്നെ കോടതിയിൽ സമർത്ഥിക്കാൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് ഇയാളുടെ മോട്ടീവാണ്. ഇയാൾ ഈ ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. മുൻപ് ഇയാൾ ഈ വെള്ളമടത്ത് മറ്റു 3 പേരെ കൊലപ്പെടുത്താനുള്ള കാരണവും ഈ ട്രേഡിംഗിൽ പണം നിക്ഷേപിക്കാൻ വേണ്ടി പണം കണ്ടെത്തി, അല്ലെങ്കിൽ ഇവരുടെ അടക്കം സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സമാനമായി തന്നെ വിനീതയെ കൊലപ്പെടുത്തുമ്പോഴും വിനീത കഴുത്തിലുണ്ടായിരുന്ന 4.5 പവന്റെ മാല, അതായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും ആ മാല കണ്ടെടുത്തുവെന്നും പോലീസ് കോടതിയിൽ സമർത്ഥിച്ചു. ഇതോടുകൂടിയാണ് പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.